എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ്സ് ചാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ Queen of Pentacles energy, 6 of Pentacles, Queen of Swords, 9 of Wands, 9 of Swords and last 10 of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന മാസം വളരെയധികം സാധ്യതകളുള്ളൊരു മാസം എന്ന് പറയാം. ആദ്യം തന്നെ Queen of Pentacles എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധ്യതകളെക്കാൾ കൂടുതൽ നിങ്ങൾ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സാഹചര്യമാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഉള്ള ജോലിയിൽ നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ട്. നിങ്ങൾ പുതിയൊരു ജോലി നിങ്ങൾക്കായിട്ട് പുതിയ ഓഫർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഗുഡ് ന്യൂസ്, പുതിയ ജോലി ലഭിക്കുന്നു എന്നതിൻ്റെ സന്തോഷം സാധ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ജോലിയിൽ നിന്നുള്ളൊരു മാറ്റമാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അതേ കമ്പനിയിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മാറ്റമാവാം, അല്ലെങ്കിൽ അതേ കമ്പനി വേറെ ബ്രാഞ്ചുള്ള കമ്പനി ആണെങ്കിൽ, വലിയൊരു കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറുന്നതാവാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനി ആണ് എങ്കിൽ നിങ്ങളുടെ മറ്റ് രാജ്യത്തുള്ള കമ്പനിയുടെ ഓഫീസിലേക്ക് ഉള്ള ഒരു സാധ്യത നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായിട്ട് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ടാവാം. എന്നിരുന്നാലും നിങ്ങൾക്ക് സാധ്യത ഏറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളെക്കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒത്തിരി പേരുണ്ട്, നിങ്ങൾ എങ്ങനെ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. കാരണം അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ പുറകോട്ടേക്കാണ് വലിക്കുന്നത്, മുമ്പോട്ടേക്കല്ല. അപ്പോൾ അതിന് ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് സർക്കാർ ജോലിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള സാധ്യതയും വഴി തുറന്നു കാണിക്കുന്നതായിട്ടുള്ളൊരു സൂചന ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 6 of Swords എനർജിയാണ്. അപ്പോൾ പണമിടപാടുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പണം ബന്ധപ്പെടുത്തിയിട്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്നതോ അതുപോലത്തെ സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ഒരു ജോലിയാണെങ്കിൽ അതിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒത്തിരി സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാഷിലിരിക്കുന്നവർ പ്രത്യേകിച്ച്, ഇത് ഇപ്പോൾ ബാങ്കിൽ തന്നെ ആയിരിക്കണമെന്നില്ല, ക്യാഷ് ഡീലിങ്സ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ ആണെങ്കിലും ക്യാഷ് ഡീലിങ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ്, CA, അക്കൗണ്ടൻ്റ്, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലികളിൽ ഒത്തിരി സാധ്യത, അതായത് പണം നേരിട്ട് കൈമാറുന്നതോ പണവുമായിട്ട് നേരിട്ട് ഇടപാടുകൾ ഉള്ള തരത്തിലുള്ളൊരു ജോലിയാണ് നിങ്ങളുടേത് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി സാധ്യതകൾ നിലനിൽക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള ജോലികളിൽ വളരെയധികം നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്ന സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലോണൊക്കെ കിട്ടാൻ സാധ്യത ഏറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അത് പ്ലാൻ ചെയ്ത് വരുന്നുള്ളൂ, പൂർണ്ണമായിട്ടില്ല എങ്കിലും ഒക്കെ ഒരു പരിധി വരെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ടെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യുന്നത്, ഈ മാസം അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ലോണിനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വീട് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട് പണിയുന്നുണ്ട്, പക്ഷെ ലോൺ പിന്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വർഷത്തിൽ ഏറ്റവും നല്ലൊരു മാസമായിരിക്കും എന്ന് തന്നെ പറയാം. അതിനർത്ഥം ബാക്കിയുള്ള മാസങ്ങളെല്ലാം ചീത്തയാണെന്നുള്ളത്. എന്നിരുന്നാലും വളരെ നമ്മൾ പറയില്ല, ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്ന ഒരു എനർജി കാണിക്കുന്ന ഈ ഒരു മാസത്തിലാണ്. ഇപ്പോൾ ലോൺ കാര്യങ്ങളൊക്കെ ശ്രമിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം
ഒത്തിരി നിങ്ങളുടെ അതായത് നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്നവർ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പറ്റിയ സമയമാണ് എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ച് ക്വീൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി, ക്വീൻ ഓഫ് സോഡ്സ് എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നോ പറയാനുള്ളൊരു കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് സംസാരിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ വളർന്നു വന്ന സാഹചര്യമായിരിക്കും, സൊസൈറ്റി പ്രഷർ, ബാക്കിയുള്ള കാര്യങ്ങളുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ചിന്ത മനസ്സിലായിട്ടുന്നുണ്ട് എങ്കിൽ ഇത് ഒരിക്കൽ നിങ്ങളായിട്ട് ധൈര്യം സംഭരിച്ച് ഒരു നോ പറഞ്ഞു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റുന്ന കാര്യം തന്നെയാണ് ഇതെന്നുള്ളതാണ്. അതേപോലെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നവരാണെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ഇടപെടുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചില ആളുകൾ അനാവശ്യമായിട്ട് നിങ്ങളെ ഭരിക്കാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അപ്പം നിങ്ങളെ ഓവർലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നതോ നിങ്ങളായിട്ടൊരു ബന്ധമില്ലാത്ത ചില ആളുകളായിരിക്കും അനാവശ്യമായിട്ട് ഉപദേശങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞ് അത് മാറ്റി എടുക്കാൻ, അതായത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല താങ്കൾ അതിന് അത്രയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നില്ല, അതിന് നിങ്ങളെക്കൊണ്ട് കുറച്ച് ഹാർഷായിട്ട് തന്നെ ഇത് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന ചില വ്യക്തികൾ സോഫ്റ്റായിട്ട് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഹാർഷായിട്ടുള്ള രീതിയിൽ സംസാരിച്ചാലാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ പറയേണ്ടടുത്ത് അങ്ങനെ തന്നെ പറയാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഈസി ആയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ കാണുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. ഇവിടെ പണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പൊതുവെ നിങ്ങളെ സഹായിച്ച ആളുകളുണ്ടാവും. ഒക്കെ നിങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങളുടെ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ നിങ്ങൾക്കിപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വാദിക്കുക. ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഭാവിയിൽ നമ്മളാണ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നിങ്ങളത് ഓർത്ത് വെച്ച് ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. 9 ഓഫ് വൺസ് എനർജിയാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകളും കൽപ്പനകളും അല്ലെങ്കിൽ ഓരോ സ്വപ്നങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ദുസ്വപ്നങ്ങൾ എന്ന് പറയുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തകളൊക്കെ ഒഴിവാക്കുക, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ മഹാദേവൻ ശിവനെ ആരാധിക്കുക, അതേപോലെ കൂവളമാല ശിവനെ അർപ്പിക്കാം, ധാര കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ അവസരങ്ങൾ കുറഞ്ഞു പോയി, ഇനി എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ലൈഫ് ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അനാവശ്യ ചിന്തകൾ നിങ്ങളെ അലട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ പേടിയൊക്കെ കൂടുതലുള്ള സമയമാണ്. എന്തൊക്കെയോ മത്സര പരീക്ഷകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ടെൻഷൻ കാണിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. കുടുംബ അന്തരീക്ഷം പൊതുവെ നല്ലൊരു ഫീലാണ് തരുന്നത്. കുടുംബത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ചില ആളുകൾക്ക് നിങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുക, നഷ്ടങ്ങൾ, കടം കൊടുത്ത് തിരിച്ച് കിട്ടാത്തതിൻ്റെ പേരിലുള്ള വിഷമങ്ങൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാരീഡ് ലൈഫ് സന്തുഷ്ടമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിവോഴ്സിൻ്റെ വക്കീൽ വരെ എത്തി നിൽക്കുന്നവരെ സംബന്ധിച്ച് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് തിരിച്ച് കയറുന്നതായിട്ടുള്ളൊരു സൂചനയും
ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.